രാമായണത്തിൽ രണ്ട് കഥാപാത്രങ്ങളുണ്ട്, രണ്ട് കാമരൂപിണികൾ. ഒരാൾ താടക. ഇവരെക്കുറിച്ച് വിശ്വാമിത്ര മഹർഷി രാമനോട് പറയുന്നത് ഇങ്ങനെയാണ്: കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക, ഭയങ്കരി വാണിടും ദേശമല്ലോ, അവളെ പേടിച്ചാലും നേർവഴി നടപ്പില്ല, ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി. അല്ലയോ രാമ, ഇവിടം കാമരൂപിണിയായ താടകയുടെ വാസസ്ഥലമാണ്. ഇതിലെ പോകുന്ന ഒരാൾ പോലും നേരായ വഴിക്കു നടക്കുവാൻ ഇവൾ അനുവദിക്കുകയില്ല. മനുഷ്യനെ അബദ്ധസഞ്ചാരിയാക്കുന്ന ഇവളെ നീ ഇല്ലാതെയാകണം. ശൂർപ്പണഖയാണ് രണ്ടാമത്തെയാൾ. പഞ്ചവടിയിൽ വസിച്ച രാമലക്ഷ്മണന്മാരെ കണ്ട് മീനകേതന ബാണപീഡിതയായി അടുത്തുകൂടിയവൾ. ആണുങ്ങളെ കണ്ടപ്പോൾ അസുഖമിളകിയ ശൂർപ്പണഖ കാരണം ഒരു കുലം തന്നെ ഇല്ലാതെയായി. ഇന്ന് താടകയും ശൂർപ്പണഖയും ചേർന്ന് ഒരു സ്ത്രീരൂപം പരിഗ്രഹിച്ച് കേരളത്തെ വിരൽത്തുമ്പിലിട്ട് അമ്മാനമാടുകയാണ്. ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ലാത്ത ഒരു സ്ഥാപനത്തിന്റെ പേരിൽ മനോഹരമായ ലഘുലേഖകളും മനം മയക്കുന്ന വാക്കുകളുമായി സമ്പത്തും സ്വാധീനവുമുള്ള ഇടങ്ങളിൽ എന്തിനും തയ്യാറായി കയറി ഇറങ്ങി നടന്ന ഒരു സ്ത്രീ ദൃശ്യമാധ്യമങ്ങളിൽ സുവിശേഷ ഘോഷം നടത്തുമ്പോൾ വാസവദത്തയുടെ ചാരിത്രപ്രസംഗം പോലെ തോന്നുന്നു. വേഷവും കെട്ടി വഴിയെ പോകുന്നവരെയെല്ലാം കയ്യാട്ടി വിളിക്കാൻ ഒരു വാസവദത്ത നിന്നാൽ സമയമായില്ല എന്നു പറഞ്ഞൊഴിയുവാൻ ശേഷിയുള്ള ഉപഗുപ്തന്മാർ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തിൽ നന്നേ കുറവാണ്. എന്നാൽ സ്വന്തം ശരീരത്തോട് പോലും സത്യസന്ധത കാട്ടിയിട്ടില്ലാത്ത ഒരു സ്ത്രീ ഉയർത്തിക്കാട്ടിയ ഒരു തുണ്ട് കടലാസിൽ കയറി പിടിച്ച് സാമൂഹ്യ വിചാരണ നടത്തുന്ന ദൃശ്യമാധ്യമങ്ങളുടെ ഉദ്ദേശശുദ്ധിയാണ് പലപ്പോഴും മനസ്സിലാകാതെ പോകുന്നത്. വാർത്തകളെ ആഘോഷമാക്കി മാറ്റുന്ന മാധ്യമങ്ങളോട് ഒരപേക്ഷയുണ്ട്. ദയവായി നിങ്ങളുടെ ചർച്ചകളും സംവാദങ്ങളും ദുർനടപ്പുകാരുടെ ആവലാതി പട്ടിക നിരത്തുവാനുള്ള പീഡിക പലകയാക്കി മാറ്റാതിരിക്കുക. ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ ദൃശ്യവെളിച്ചത്തിൽ നായികാ പ്രാധാന്യത്തോടുകൂടി അവതരിക്കപ്പെടുന്നത് കൊണ്ടാണ് ഭക്തജനങ്ങൾ ഇവരുടെ ഓട്ടോഗ്രാഫിനായി ക്യൂ നിൽക്കുന്നത്. നാടിന്റെ നന്മയ്ക്കായി ജീവിതം സമർപ്പിച്ച കുട്ടിമാളു അമ്മ, ഈശ്വരി അമ്മാൾ, കുഞ്ഞിക്കാവു അമ്മ, അക്കാമ്മ ചെറിയൻ, റോസമ്മ പുന്നൂസ്, ആനി മസ്ക്രിൻ തുടങ്ങി എത്രയെത്ര ധീര വനിതകൾ ജീവിച്ച മണ്ണാണ് കേരളത്തിൻ്റെത്. അവരെ ഒന്ന് അറിയുവാൻ പോലും ശ്രമിക്കാത്ത ഒരു പറ്റം ആൾക്കാർക്ക് മുന്നിലേക്ക് നന്മയുടെ നീരുറവ് പറ്റാതെ കാക്കുവാൻ പാടുപെടുന്ന സുഗതകുമാരി ടീച്ചറെ പോലെയുള്ള അമ്മ മനസ്സുകളെ വഴിയിൽ കണ്ടാൽ പോലും തിരിച്ചറിയാത്ത ഒരു വിഭാഗം ജനതയുടെ ഊണുമുറികളിലേക്ക് അബദ്ധസഞ്ചാരിണികളുടെ നീലനിറം കലർത്തിയ കഥകളിൽ അസത്യവും അർത്ഥസത്യവും ചേർത്ത് തത്സമയ സംവാദങ്ങൾ ഒരുക്കി നിങ്ങൾ എത്തുന്നത് കൊണ്ടാണ് ഇവരുടെ സഞ്ചാര വഴികൾ ആളുകളാൽ തിങ്ങി നിറയപ്പെടുന്നത്. പ്രേക്ഷകന്റെ ജിജ്ഞാസയെ വലിച്ചിഴച്ചു കൊണ്ടുപോയി റേറ്റിംഗ് എന്ന കുറ്റിയിൽ കെട്ടിയിടുവാനുള്ള നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളുടെ വല്ലാത്ത ബദ്ധപ്പാടിൽ ഇല്ലാതെയാകുന്നത് സാധാരണക്കാരന്റെ സ്വസ്ഥ ബുദ്ധിയാണ്. നിങ്ങളിലൂടെ ഇത്തരക്കാർക്കു ലഭിക്കുന്ന ജനശ്രദ്ധ എന്തു കെടുതി കാട്ടിയാലും പണവും സ്വാധീനവും ഉണ്ടാക്കുവാനും ആർഭാട ജീവിതത്തിന് തുടങ്ങി ഇഷ്ടപ്പെട്ട ചുരിദാർ ലഭിക്കുന്നതിനു വേണ്ടി വരെ ശരീരത്തെ വിൽപ്പനച്ചരക്കാക്കുവാനുമുള്ള പ്രേരണ ചിന്താശൂന്യരായ ഒരു വിഭാഗം ചെറുപ്പക്കാരിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾ അറിയാതെ പോകരുത്. മാന്യമായി തൊഴിൽ ചെയ്ത് കുടുംബം പുലർത്തുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളുണ്ട് കേരളത്തിൽ. അവരിൽ കൂലിപ്പണിക്കാർ മുതൽ വൻകിട സ്ഥാപനങ്ങളുടെ ഉടമകൾ വരെയുണ്ട്. അവരാരും ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക നേതൃത്വത്താൽ അവഹേളിക്കപ്പെടുന്നില്ല. പിന്നെന്തുകൊണ്ട് ഈ സ്ത്രീക്കോ ഇവരെ പോലെയുള്ള ചുരുക്കം ചിലർക്കോ മാത്രം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു? ഉത്തരം ലളിതമാണ്. അവർ അതിന് ഒരുമ്പെട്ടിറങ്ങിയവരാണ്. അവരെ അവരുടെ വഴിക്ക് വിടുക, അർഹിക്കുന്ന പുച്ഛത്തോടെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അവരെ അകറ്റി നിർത്തുക. സാമൂഹ്യ വിരുദ്ധരുടെ ബലാത്കാരത്തിനിരയാകുന്ന സഹോദരിമാർക്ക് നാം നൽകുന്ന പരിഗണനയും ശ്രദ്ധയും ഇത്തരത്തിലുള്ള വിഷവിത്തുകൾക്ക് നൽകിയാൽ വളരുന്നത് സാമൂഹിക തിന്മയാണ്. തഴച്ചു വളരുന്ന ദുർനടപ്പുകാരെ കൊണ്ട് പകച്ചു പോകും നമ്മുടെ കൊച്ചു കേരളം. മുൻപൊക്കെ കുട്ടികൾ സീരിയൽ കാണാനിരുന്നാൽ നാം പറയുമായിരുന്നു, വാർത്ത കാണ്, പൊതുവിജ്ഞാനം വളരുമെന്ന്. ഇന്ന് വാർത്ത കാണുന്ന കുട്ടികളോട് നാം പറയേണ്ടി വരും, അടികൊള്ളും നിനക്കും നിന്റെ ജീവിതത്തിനും വാർത്ത കണ്ടാലെന്ന്. അത്രയ്ക്ക് അസഹനീയമാണ് പല വാർത്താ ചർച്ചകളും.
സമ്പത്തും സ്വാധീനവുമുള്ളവരെ കൊടുക്കുവാൻ, വിഷം കലർത്തിയ സ്തന്യവുമായി വേഷം മാറി കറങ്ങി നടക്കുന്ന പൂതനയുടെ വാക്കുകൾക്ക് വേദവാക്യ പ്രാമാണ്യം കൽപ്പിക്കുക മാത്രമാകരുത് മാധ്യമധർമ്മം. മുക്കാൽ കള്ളൻ അരക്കള്ളനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് മാധ്യമ ചർച്ചകൾ അധപ്പതിക്കരുത്. വിഷയബന്ധിതമായ സംവാദങ്ങളിലൂടെ സത്യസന്ധരല്ലാത്ത സാമൂഹ്യ ജീവികൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. അത് പക്ഷെ നിരപരാധികളുടെ മേലുള്ള കടന്നുകയറ്റമായി മാറാതെ ശ്രദ്ധിക്കുവാനുള്ള യുക്തി അവതാരകനുണ്ടാകണം. കലക്കവെള്ളത്തിൽ കിടന്ന് മറിയുന്ന വിചാരണകളായി വാർത്തകളും സംയോജകന്റെ ഭാവത്തിൽ നിന്ന് ഗിരിപ്രഭാഷകന്റെ ഭാവത്തിലേക്ക് വാർത്താ അവതാരകനും മാറാതിരിക്കട്ടെ. സത്യാന്വേഷണ തൽപരതയുടെ ഉൽപ്പന്നങ്ങളാകട്ടെ വാർത്തകൾ. മഹത്തായ ഒരു മാധ്യമധർമ്മ പാരമ്പര്യത്തിന്റെ തായ്വേരറ്റുപോകാതെ കാക്കുവാനുള്ള കടമ ദൃശ്യമാധ്യമ പ്രവർത്തകർക്കുമുണ്ട്. ഉത്തരം മുട്ടിക്കുന്നതിലല്ല, അത് കണ്ടെത്തുന്നതിലാണ് ചോദ്യകർത്താവിന്റെ വിജയം എന്ന സാമാന്യ തത്വം മനസ്സിലാക്കുവാൻ പ്രിയ മാധ്യമ സുഹൃത്തുക്കൾക്ക് ആകട്ടെ.